വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാവേ. പാവയ്ക്കായും ക്യാരറ്റും കൂടെ ചേർന്ന ഒരു തോരൻ. പാവയ്ക്കായ്ക്ക് ഒരു കയ്പുള്ള കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ചൊരു മടിയുണ്ടാകും. അപ്പൊ ക്യാരറ്റും കൂടെ ചേർന്നാണെങ്കിലുണ്ടല്ലോ ഇതിന്റെ ചെറിയൊരു കയ്പേ വരത്തുള്ളൂ നിറം. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് തോരൻ വെച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പൊ അതിന് ആവശ്യമുള്ള ഇത് 2 ചെറിയ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇത് 2 ക്യാരറ്റ്, പിന്നെ നമുക്കൊരു സവോള വേണം, ഒരു 4 പച്ചമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്. പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ. ഈ പാവയ്ക്ക അരിഞ്ഞതിനകത്ത് ഞാനൊരു സ്വല്പം ഉപ്പിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അന്നേരം കുറച്ച് കയ്പ് കുറയുമെന്നാണ് പറയുന്നത്, അതിനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. മഞ്ഞളിനൊരു റോ ടേസ്റ്റ് ഉണ്ട്, അപ്പം നമ്മൾ ഈ എണ്ണയിൽ കിടന്ന് അതൊന്ന് ഫ്രൈ ആകണം. ഒരു സ്വല്പം ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. കുറച്ച് മതി, കാരണം നമ്മൾ ആ ഒരു പാവയ്ക്കകത്ത് കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചേക്കുക ഞാൻ. അപ്പം ഇത് ക്യാരറ്റിനും ഈ സവോളയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പാവയ്ക്ക അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാവയ്ക്ക ഒരു സ്വല്പം എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണേ. പാവയ്ക്ക ശരിക്കും പറഞ്ഞാൽ നല്ല ഗുണമുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ. പാവയ്ക്കയും അതെ, ക്യാരറ്റും അതെ, നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു നല്ല 2 വെജിറ്റബിളാണ്. അത് നമ്മൾ ഈ കയ്പുള്ള കാരണം പലപ്പോഴും നമ്മൾ ഇത് എടുക്കാൻ ഒന്നും മടിക്കും അല്ലേ, വീട്ടിലെല്ലാവരും കഴിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തോരനൊക്കെ വെച്ചു കൊടുത്താൽ കുട്ടികളാണേലും കഴിച്ചോളും. ആ ഒരു ക്യാരറ്റിന്റെ ഒരു മധുരം വരുന്നുണ്ടേ ഇതിന്റെ കയ്പ് കുറച്ചൊന്ന് കുറയും. ഇനി നമുക്ക് ഈ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു തോരനാണ്. നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, ക്യാബേജും ക്യാരറ്റും കൂടെ. അപ്പൊ അത് നല്ല ഇതുപോലെ കിടക്കും, നല്ല കളർഫുള്ളായിട്ട്. പിന്നെ അത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. ഈ ഒഴിക്കുന്ന ആ എണ്ണയിൽ കിടന്ന് നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒട്ടും വെള്ളം ഒഴിക്കരുത്. ഈ സമയം നമ്മൾ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോണേ, കാരണം നമ്മൾ ആ പാവയ്ക്കകത്ത് ഉപ്പ് ചേർത്ത കാരണം കൂടാൻ പാടില്ലേ. ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് ആക്കിയേക്കണേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് പിന്നെയും അടച്ചു വെച്ച് അങ്ങനെ ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണേ. ആ ഒരു നീരാവിയിൽ കിടന്ന് ഇത് വെന്ത് കിട്ടിക്കോളും കേട്ടോ. നമ്മൾ ഈ തോരൻ ഇവിടെ അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇനി നമുക്കിത് തുറന്ന് നോക്കിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു സ്വല്പം ഇങ്ങനെ നടുക്കൂന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇതിലേക്ക് വെച്ച് കൊടുക്കാവേ. ഇതൊന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കണേ. നമ്മളിപ്പോൾ സിമ്മിലാണ് വെച്ചേക്കുന്നത് കേട്ടോ, വെള്ളം ഒഴിച്ചിട്ടില്ല. അത് കാരണം സിമ്മി വെച്ച് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനേ. ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ തുറന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ആ തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. നമുക്കൊരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ തോരൻ തയ്യാറാക്കാം. ഇപ്പൊ കണ്ടോ, നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണേ, അപ്പൊ നല്ല പോലെ ഡ്രൈ ആയി കിട്ടും. അതൊരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനായത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാവേ. വളരെ സ്വാദിഷ്ടമായ നല്ല ഒരു തോരനായത്. ഈ ക്യാരറ്റും കൂടെ ചേർത്തത് കാരണം ഉണ്ടല്ലോ ഈ പാവയ്ക്കയുടെ കയ്പ് അറിയുന്നില്ല കേട്ടോ. വളരെ നേരിയ ഒരു കയ്പേ വരത്തുള്ളൂ, ഒട്ടും അറിയത്തില്ല. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാം കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്